വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസിനെ കുറിച്ചാണ്. ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, ടു ഫോഴ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ത്രീ ഫോഴ്സ് പ്രിൻസിപ്പിൾ, ഈ കൺസെപ്റ്റ്സാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ്, എന്താണ് ഇക്വിലിബ്രിയം, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ്, ഒരു ബോഡിക്കകത്ത് കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഫോഴ്സസിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇഫ് ദ റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് 0, ദെൻ ദ പാർട്ടിക്കിൾ വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ലെറ്റ്സ് സേ നമ്മളൊരു ബോഡി, ആ ബോഡിക്കകത്ത് ഇപ്പോൾ ഒരു 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ലെറ്റ്സ് സേ പി, ക്യു, ആർ. ഈ 3 ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ഈ 3 ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റിനെ ഞാൻ ആർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആറ് എപ്പോഴാണോ 0 ആവുന്നത് അപ്പം ഈ ബോഡി എന്തോത്തിലാണ്, ഇക്വിലിബ്രിയത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടൻറ്റ് 0 ആവണമെങ്കിൽ ആ പിനെയും ക്യൂനെയും ആറിനെയും വിളിക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ഫോഴ്സസ്. So such set of forces whose resultant is 0 are called equilibrium forces. നമ്മൾ പിനെയും ക്യൂനെയും എസിനെയും വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ഫോഴ്സസ്. Now ഈ റിസൾട്ടൻറ്റ് 0 ആവണമെങ്കിൽ പിയും ക്യൂവും എസും, ഈ 3 ഫോഴ്സസ് ഇക്വിലിബ്രിയം ഫോഴ്സസ് ആവണമെങ്കിൽ ഈ 3 ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ആ റിസൾട്ടൻറ്റ് 0 ആവാൻ വേണ്ടി നമ്മളൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയൻറ്റ്. സോ ദ ഫോഴ്സ് വിച്ച് ബ്രിങ് ദി സെറ്റ് ഓഫ് ഫോഴ്സസ് ഇൻ ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ഇക്വിലിബ്രിയൻറ്റ്. ഈ 3 ഫോഴ്സ് ഇക്വിലിബ്രിയം ഫോഴ്സ് ആവണമെങ്കിൽ ഈ 3 ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ ആ റിസൾട്ടൻറ്റിൻ്റെ ഫോഴ്സിന് ഈക്വലായിട്ടും ഓപ്പോസിറ്റ് ആയിട്ടും കൊലീനിയർ ആയിട്ടും നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയൻറ്റ്. So the equilibriant is equal to the resultant force in magnitude but opposite in direction. And magnitude same ആണ്, direction എന്താണ്, ഓപ്പോസിറ്റ് ആണ്. സോ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് 0 ആണെങ്കിൽ ആ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ഫോഴ്സസ്. ദെൻ റിസൾട്ടൻറ്റ് 0 ആക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ്, അതായത് റിസൾട്ടൻറ്റിൻ്റെ ഫോഴ്സ്, റിസൾട്ടൻറ്റിന് ഈക്വലായിട്ടും ഓപ്പോസിറ്റായിട്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയൻറ്റ്. നൗ നമുക്ക് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള, റെസൊല്യൂഷൻ വെച്ച് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ആർ ഈസ് ഈക്വൽ ടു √σ(h²) + σ(v²). റിസൾട്ടൻറ്റ് 0 ആണെങ്കിലാണ് ബോഡി എന്തോത്തിലാവുന്നത്, ഇക്വിലിബ്രിയത്തിലാവുന്നത്. സോ ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലായി റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്തായിരിക്കണം, σ(h)ഉം 0 ആയിരിക്കണം, σ(v)യും 0 ആയിരിക്കണം. സോ ഈ ഇക്വേഷനെ σh = 0, σv = 0, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. എന്തുവാണ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. നൗ നമുക്കിനി ഒരു 2 ഫോഴ്സ് പ്രിൻസിപ്പിൾ നോക്കാം. 2 ഫോഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്, according to this principle, if a body in equilibrium is acted upon by 2 forces, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ്, ആ ബോഡിയിൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുള്ളെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ 2 ഫോഴ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, കൊലീനിയർ ആയിരിക്കണം. ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ, ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ 2 ഫോഴ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, കൊലീനിയർ ആയിരിക്കണം. ലെറ്റ്സ് സേ നമ്മളൊരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റ് വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ 2 ഫോഴ്സ് ഞാൻ പിയും ക്യൂ എന്നും പറയുന്നു. ഈ ഫോഴ്സ്, ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ 2 ഫോഴ്സ് എന്തായിരിക്കണം, പിയും ക്യൂവും ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. പിയും ക്യൂവും ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇതാണ് 2 പ്രിൻസിപ്പിൾ പറയുന്നത്. നൗ 3 ഫോഴ്സ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് നോക്കാം. ഇഫ് എ ബോഡി ഇൻ ഇക്വിലിബ്രിയം ഈസ് ആക്ട് അപ്പോൺ ബൈ 3 ഫോഴ്സസ്, ഒരു ബോഡിക്കകത്ത് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഓഫ് എനി 2 ഫോഴ്സസ്, ഏതെങ്കിലും 2 ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് മറ്റേ ഫോഴ്സസിന് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, കൊലീനിയർ ആയിരിക്കണം. ഇതൊന്ന് നോക്കിക്കോണം, കാരണം ഈ 3 ഫോഴ്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ലാമീസ് തിയറം ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു ബോഡിയിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫസ്റ്റ് 2 ഫോഴ്സ് പിയും ക്യൂവും, മൂന്നാമത്തെ ഫോഴ്സ് എസ്. ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ
പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻറ്റ്, പിൻ്റെയും ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, കൊലീനിയർ ആയിരിക്കണം. സോ നമ്മളെ പി, നമ്മളെ ക്യൂ, ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റാണ് നമ്മളെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിയും ക്യൂവും എസും നമ്മളെ മൂന്ന് ഫോഴ്സ്, പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റാണ് നമ്മളെ ആർ എന്ന് പറയുന്നത്. ആർ ഏതിന് ഈക്വൽ ആയിരിക്കും? എസിന് ഈക്വൽ ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, കൊലീനിയർ ആയിരിക്കും. എക്സിന് എസിന് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, ഡയറക്ഷൻ കൊലീനിയറും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറഞ്ഞത്? ത്രീ ഫോഴ്സ് പ്രിൻസിപ്പിൾ. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ലാമീസ് തിയറം ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ ത്രീ ഫോഴ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ലാമീസ് തിയറം ഡിറൈവ് ചെയ്യുന്നത്. സോ ഇഫ് two body in equilibrium is acted upon by three forces, then the resultant of any two forces must be equal, opposite and collinear with the third force. So പാരലോഗ്രാം ലോയും ത്രീ ഫോഴ്സ് പ്രിൻസിപ്പിളും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഈ രണ്ട് ലോ അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ലാമീസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ ടേബിൾ കാണാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ ലാമീസ് തിയറത്തിൻ്റെ ഡെറിവേഷനായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.